ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഐഫസ് വേൾഡ് ഓഫ് ഹാപ്പിനെസ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് ചാനൽ കാണുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബിലൊക്കെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ പോയിട്ട് ട്രിപ്പിൻ്റെ ആണേ. അപ്പം അതിൻ്റെ വളരെ കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെ ഫോണിൽ കിടന്നു. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടിയൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണെന്നറിയാമോ? ആറ്റാങ്കര പള്ളിയാണ് കേട്ടോ. എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, ഏകദേശം ആൾക്കാർക്കും അറിയാം. നല്ല ഫേമസ് പള്ളിയാണ് കേട്ടോ. അപ്പോൾ അവിടെ നമ്മുടെ ബൂബുവിനെ കൊണ്ട് ഫസ്റ്റ് ഇത്രയും ലോങ് ആയിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് ഇത്രയും പോകുന്നത്. അവളെ കൊണ്ട് അങ്ങനെയൊന്നും യാത്ര ചെയ്തിട്ടില്ല. അപ്പം അവൾക്ക് ചെറിയൊരു നേർച്ച നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾ പ്രഗ്നൻസിയിൽ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതല്ലേ ഉള്ളൂ. ബേബിയെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് കിട്ടണമല്ലോ. അതിപ്പോൾ അങ്ങനെ ചെയ്ത ഒരു നേർച്ചയാണ്. അപ്പോൾ നമ്മളത് ഒരു വയസ്സിന് മുന്നേ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവൾക്കൊരു 6 മന്ത് ആയപ്പോഴാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ പോയി. അതുകൊണ്ട് ഒരുപാട് വിഷ്വൽസ് ഒന്നും നമ്മുടെ ഫോണിലില്ല. കാരണം ഇങ്ങനെ അപ്ലോഡ് ചെയ്യും എന്നുള്ളൊരു മൈൻഡ് സെറ്റൊന്നും ഇല്ലല്ലോ. അന്നേരം ഒരു മെമ്മറിക്ക് വേണ്ടി എടുത്തു വെച്ച കുറച്ച് വിഷ്വൽസ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞിട്ട് പിറ്റേന്ന് നമ്മുടെ അവിടെ അടുത്ത് തന്നെ കടൽപ്പള്ളി എന്ന് പറഞ്ഞൊരു ഖബർസ്ഥാനുണ്ട്. അപ്പോൾ അവിടെ രാവിലെ ആറ്റങ്കരയിൽ പോയപ്പം ആ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഉറൂസിൻ്റെ ഒരു 2 ദിവസം മുന്നേ ആയിരുന്നു പോയത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ ലൈറ്റിങ്ങും ആൾക്കാരും നല്ല തിരക്കും ഒക്കെ ആയിരുന്നു. അപ്പം ആ ഒരു എക്സ്പീരിയൻസ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. കാരണം അത്രയും തിരക്കിലൊക്കെ ആദ്യമായിട്ടാണ് പോകുന്നത് ബൂബിനെ കൊണ്ട് പോകുന്നതേ അത്രയും ലോങ് ആദ്യം. നമ്മൾ പോകുന്നതും അത്രയും ഒരു തിരക്ക് വരുന്നതും ഒക്കെ ആദ്യമായിട്ടാണ്. പിന്നെ നമ്മൾ റൂം എടുത്ത് അവിടെ തന്നെ ഒരു ദിവസം തങ്ങി. പിറ്റേന്ന് രാവിലത്തെ നമ്മൾ തിരിച്ച് വരാൻ നേരത്ത് രാവിലെ കടൽപ്പള്ളി പോയതിൻ്റെ. അപ്പോൾ കടൽപ്പള്ളിയിലെ കുറച്ച് ഭാഗങ്ങളാണ് ഇത് കേട്ടോ. അപ്പോൾ ഒരുപാടൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം നമ്മൾ വിചാരിക്കുന്നില്ലല്ലോ ഇങ്ങനൊരു ഇങ്ങനെയൊക്കെ അപ്ലോഡ് ചെയ്യും എന്നുള്ളതും. നമ്മൾ വന്നു കഴിഞ്ഞിട്ട് ഒന്ന് ഓർക്കാനൊക്കെ വേണ്ടി വളരെ ചെറിയ കുറച്ച് വിഷ്വൽസ് മാത്രമേ നമ്മൾ ഇതിനകത്ത് റെക്കോർഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു സത്യം പറഞ്ഞാൽ. കടലിലൊക്കെ പോയി പിന്നെ ഇവിടുന്ന് പോകുന്നത് വരെ തിരിച്ച് വരുന്നിടം വരെ നമ്മുടെ ഐഫക്കുട്ടൻ ഫുള്ള് വാളായിരുന്നു കേട്ടോ. ഫുള്ള് വാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് പറ്റത്തേ ഇല്ല ഇങ്ങനെ യാത്ര ചെയ്യാനൊന്നും. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ രണ്ടുപേരും നന്നായിട്ട് എൻജോയ് ചെയ്തു. ബൂബൂച്ചനാണെങ്കിൽ അവിടെ അമ്മയുടെ കയ്യിൽ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് പോകുന്ന ഭാഗമാണേ. വന്ന ഭാഗമൊക്കെ വളരെ കുറച്ച് വിഷ്വൽസൊക്കെ ഉള്ളൂ. അപ്പം അതൊന്നും നമ്മൾ മനഃപൂർവ്വം ഒഴിവാക്കുന്നതല്ല. നമ്മുടെ കയ്യിൽ അത്രയൊക്കെ ക്ലിപ്പിങ്സേ ഉള്ളൂ. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ. ഇത് നമ്മൾ തിരിച്ച് കടൽപ്പള്ളിയിൽ നിന്ന് തിരിച്ച് വീണ്ടും നമ്മൾ ആറ്റങ്കരയിലോട്ട് വന്നു. അപ്പോൾ ഐഫൊക്കെ നല്ല ടയർഡായിട്ട് വെളിയിൽ ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഇത് നമ്മൾ തിരിച്ച് പോകുന്ന ഭാഗമാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഡ്രൈ ലാൻഡാണ് കേട്ടോ. നല്ല നല്ല വെയിലൊക്കെ കൊണ്ട് നല്ല ഡ്രൈ ആയിട്ട് കിടക്കുവാണ് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം പിള്ളേർ പറയുന്നത് ഇത് ഡെസർട്ട് പോലെ ഉണ്ട് കണ്ടിട്ട്. കറക്റ്റ് അതുപോലെ തന്നെയാണ് ആ ഒരു ആംബിയൻസാണ് കാണുമ്പോൾ. കാരണം നല്ല വെയിലാണ്. ഇവിടെയൊക്കെ ആണെങ്കിൽ ഒരുപാട് ജോലിക്കാരും ഒക്കെ ഉണ്ട്. പക്ഷെ എങ്ങനെ അവരൊക്കെ അവിടെ കഴിയുന്നൊന്നും അറിയത്തില്ല. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ വരുന്ന വഴിക്ക് കാണുന്ന ഒരു ചെറിയ പൂപ്പാടമാണ്. അതെന്ന് പറഞ്ഞാൽ ചെറിയ ജമന്തി ആ ടൈപ്പാണെന്ന് തോന്നുന്നു. വീണ്ടും നമ്മൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ബുബുവിനെ ഇക്കട കൈ കൊടുത്തു. ഇങ്ങനെ നമ്മൾ മൂന്ന് പേരും ഇങ്ങനെ ബാക്കിലാണ്. 4 പേരുണ്ട് കേട്ടോ ബാക്കിലാണ്. അവർ രണ്ടുപേരും നല്ല വോമിറ്റ് ചെയ്ത് ടയർഡായിട്ടിരിക്കുക. അങ്ങനെ ഇതെന്ന് പറഞ്ഞാൽ പൊട്ടൽപുത്തൂർ പള്ളിയിൽ വന്നിട്ടുള്ളൊരു ഫോട്ടോയാണ്. അവിടെ വന്ന് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടൊക്കെയാണ് തിരിച്ച് വരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ച് വരുന്ന വഴിക്കുള്ളൊരു നല്ലൊരു വ്യൂ ആണ്. ഇത് അന്നേരം മോനാണെന്ന് തോന്നുന്നു ഇത് ഷൂട്ട് ചെയ്തത്. അപ്പം അതൊക്കെ നമ്മുടെ വീഡിയോയിൽ ഇങ്ങനെ ആഡ് ആവുന്നൊന്നും ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. ആ ഒരു മെമ്മറി നോക്കുമ്പം ഇതൊക്കെ ഉള്ളൂ. പക്ഷേ ഇത് നല്ല അടിപൊളി ഒരു വൈബാണ് ഈ സ്ഥലം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പുളിമരമാണ്. അപ്പുറം രണ്ട് സ്ഥലങ്ങളിലും പുളിമരം ഇങ്ങനെ നട്ടുപിടിപ്പിച്ചിരിക്കുക. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ആൾക്കാർക്കും അറിയാമല്ലോ. തമിഴ്നാട് പോകുമ്പോഴേ കൂടുതലും ഇങ്ങനെയുള്ള ഏരിയാസൊക്കെയാണ്. അപ്പം അതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് എനിക്ക് അതിൻ്റെ റെസ്റ്റോറൻറ്റിൻ്റെ പേരൊന്നും അറിയത്തില്ല. അവിടെ വന്നു. പക്ഷേ ഇവിടെ ആണെങ്കിൽ നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. കാരണം കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കളിക്കാനൊക്കെ നല്ലൊരു വൈബായിരുന്നു അവിടെ. അപ്പം പിള്ളേർക്ക് ഫുഡൊന്നും വേണ്ട. അവിടെ ഭയങ്കര കളിക്കാനുള്ള എല്ലാ ഫെസിലിറ്റീസും ബേബീസിനെ ക്യാരി ചെയ്യാനുള്ള എല്ലാ സംഭവങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ടിരുന്ന് കഴിക്കുകയൊക്കെ ചെയ്തോളൂ. അവരവിടെ ഇരുന്ന് നല്ല എൻജോയ്മെൻറ്റിലൊക്കെ ഇരിക്കും.
ഇവരാണെങ്കിൽ ഈ ഒരു ബോൾസൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ഫുഡൊന്നും വേണ്ട ആ ഒരു മൈൻഡിലായിരുന്നു, നല്ല കളിയായിരുന്നു. അങ്ങനെ നമ്മളൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടായിരുന്നു ഇവർ വന്ന് കഴിച്ചത്. ഇവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബൂബൂച്ചിനെ അവിടെ എന്ത് ചെയ്യുമെന്ന് കണ്ടോ? ഇവളിവിടെ വന്നിരുന്ന് നെയ്സിന് തൊട്ടിലൊക്കെ ആടി കിടക്കുക കേട്ടോ. ഭയങ്കര സന്തോഷം. അവളിങ്ങനെ നോക്കുക, എന്തുവാടാ ഇത്, നമ്മൾ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെയൊക്കെ എന്നുള്ള എക്സ്പ്രഷനിൽ ഇങ്ങനെ അവൾ കിടക്കുക. അവൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. പക്ഷേ ആളിന് നല്ല ക്ഷീണമുണ്ട്, നല്ല ടയർഡായി. പക്ഷേ അതിൻ്റെ ഒരു വിഷമങ്ങളും നമ്മളെ അവൾ അറിയിച്ചില്ല. പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണേ. നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ ബൈ.